നിലമ്പൂർ എന്ന നാട് തേക്കിന് മാത്രമല്ല കളിമൺ പാത്രങ്ങൾക്കും പേരുകേട്ട ഇടമാണ്. നിലമ്പൂരിലെ അരുവാക്കോട് എന്ന കളിമൺ നിർമ്മാണ ഗ്രാമം സംസ്ഥാന സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആനുകൂല്യങ്ങളൊന്നും ഇവിടുത്തുകാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മുൻപ് 150-ലേറെ കുടുംബങ്ങൾ മൺപാത്രം നിർമ്മിച്ചിരുന്നെങ്കിൽ ഇന്നത് വെറും 13 ആണ്. കളിമണ്ണ് മണക്കുന്ന അരുവാക്കോട് ഗ്രാമം. മണ്ണരച്ച് ചവിട്ടിക്കുഴച്ച് പിന്നെ കൈകൾ കൊണ്ട് പരുവപ്പെടുത്തി ചക്രത്തിലേക്ക് മാറ്റണം. പിന്നീടാണ് കരവിരുത്. ₹8 ലക്ഷം വായ്പയെടുത്താണ് ഗണേശൻ ഈ ആല പണിതത്. തിരിച്ചടവൊന്നും നടന്നില്ല. 2018 പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടുമില്ല. ടൂറിസം വില്ലേജ് ആ രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോവാം എന്നുള്ള രീതിയിലാണ് അവർ അങ്ങനെയാണ് ഇതിന്റെ പദ്ധതി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള ഒരു പരിപാടിയും ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഓരോ ഇലക്ഷനും ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതൊക്കെ പിന്നീട് ഇതുവരെ നടന്നിട്ടില്ല. ആദ്യ ആന്ധ്രഭാഷയാണ് ഇവർ വീടുകളിൽ സംസാരിക്കുക. കുംഭാര സമുദായം പലയിടത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ജാതി സർട്ടിഫിക്കറ്റിലടക്കം ഈ വെല്ലുവിളി നേരിടുന്നുമുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ കുംഭാരന്നാ പറയാം, പക്ഷെ അത് പല സ്ഥലത്തും പല പേരിലറിയും. കുംഭാരൻ, കുലാലൻ, കുശവൻ, അങ്ങനെയുള്ള അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ സമുദായത്തിൽ. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വലിയൊരു വിഷയമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ SLC ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അതൊരു വലിയൊരു വിഷയം ആയിട്ട് വരുന്നുണ്ട്. കളിമൺ വികസന കോർപ്പറേഷൻ അടക്കം ഉണ്ടെങ്കിലും സഹായമൊന്നും കാര്യമായി കിട്ടിയിട്ടില്ല. കളിമണ്ണ് പോലെ ഒരു ജീവിതം. തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരം വാഗ്ദാനങ്ങൾ നൽകി ആർക്കും ഇവരെ പരുവപ്പെടുത്തിയെടുക്കാമെന്ന അവസ്ഥ. എന്നാൽ ഇനി അത് നടക്കില്ല എന്ന നിശബ്ദമായ പ്രഖ്യാപനങ്ങൾ ഉയരുകയാണ് അരുവാക്കോട്ടെ ആലകളിൽ നിന്നും. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ. അരികിലേക്ക് കൂടി ഒന്ന് നോക്കണം. ഇത്തരം ജീവിതങ്ങളെ കൂടെ കണ്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാക്കി മാറ്റാതെ അവർക്കായി എന്തെങ്കിലും ചെയ്യാൻ ജയിക്കുന്നത് ആരായാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്.